ഡോക്ടർ അരുൺ ബി നായർ ഇവിടെ ഈ പറയുന്ന നേരത്തെ ആ പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട 2 സംഘങ്ങൾ അതിൽ അക്ഷയെ കൊന്നത് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അക്ഷയുടെ വിവാഹം കഴിഞ്ഞിട്ട് നാളെ കുറച്ചായിട്ടുള്ളൂ. റീൽസ് തർക്കത്തിൽ ഈ പറയുന്ന കൊന്ന ലിഷോയുടെ വീട്ടിലേക്ക് അക്ഷയ് ഭാര്യയെക്കുട്ടിയാണ് കേട്ടോ പോകുന്നത്. തർക്കമുണ്ടായി. അവിടെ അക്ഷയ് ലിഷോയുടെ കാറിൻ്റെ ചില്ലടിച്ച് തകർത്തു. വീടിൻ്റെ തിണ്ണയിലിട്ട് തലക്കടക്കം ആഞ്ഞു വെട്ടി കൊന്നു കളഞ്ഞു. പോലീസ് വന്നപ്പോൾ അക്ഷയുടെ മൃതദേഹം അവിടെ കിടപ്പുണ്ട്. ഈ ലിഷോയുടെ അമ്മ വീട്ടിലുണ്ട്. പോലീസ് അമ്മയോട് ചോദിക്കുന്നു എന്തിനാണ് ലിഷോ ഈ അക്ഷയെ കൊന്നത്. അമ്മയുടെ മറുപടി പിന്നെ കാറിൻ്റെ ചില്ലടിച്ച് പൊളിച്ചാൽ എന്തു ചെയ്യണം എന്നാണ് മറുപടി. എന്നും പറഞ്ഞാൽ വീടിൻ്റെ തിണ്ണയിൽ ഒഴുകിപ്പരുന്ന അക്ഷയുടെ ചോര വൈപ്പ് കൊണ്ട് തുടയ്ക്കുന്നു, വെള്ളത്തിൽ തുണിമുക്കി പിഴിയുന്നു. വളരെ കൂളായിട്ടാണ്. മകൻ നടത്തിയ കൊലപാതകത്തിൽ അമ്മയ്ക്കൊരു ഷോക്കും ഇല്ല, അതൊരു തെറ്റാണെന്ന് തോന്നുന്നുമില്ല. ഈ മനുഷ്യർക്കൊക്കെ പറ്റുന്ന എന്താണ് ഡോക്ടർ അരുൺ ബി നായർ? കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് 2-3 കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവാറും ആളുകളുടെയൊക്കെ ബാല്യത്തിലോ കൗമാരത്തിലോ സന്തോഷം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സൗഹൃദങ്ങളായിരുന്നു, മനുഷ്യബന്ധങ്ങളായിരുന്നു. ആ ഹ്യൂമൻ കണക്റ്റാണ് നമുക്ക് സന്തോഷം കിട്ടിയിരുന്ന ഏറ്റവും പ്രധാന സംഗതി. പക്ഷേ ഇന്നത്തെ കൗമാരപ്രായക്കാരെയും ചെറുപ്പക്കാരെയും നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് പരിപൂർണമായി മുഴുകി മറ്റാരോടും ഇടപെടാതെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു ജീവിത പരിസരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ സാമൂഹിക വിച്ഛേദനം, ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ, അനുതാപവും കരുണയും അടക്കമുള്ള മാനുഷിക വികാരങ്ങൾ കുറയുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കും. രണ്ടാമത്തേത്, ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ സൗകര്യങ്ങൾ നമുക്ക് തരുന്ന ഒരുപാട് ജീവിതം എളുപ്പമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുമ്പോൾ മൊബൈലിൽ 2 ക്ലിക്ക് നടത്തി കഴിഞ്ഞാൽ അത് വീട്ടിൽ എത്തുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അത് സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥ. അതും ഒരു 30 കൊല്ലത്തിന് മുൻപുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോയി ക്യൂ നിൽക്കണം, ടിക്കറ്റ് കിട്ടാതിരിക്കാം. ഈ 2 സാധ്യതകളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ആ ഇടവേള ഉപകരിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലും ഒരു പ്ലാൻ ബി മനസ്സിൽ വികസിപ്പിച്ചെടുക്കാൻ ഈ ഇടവേള കൊണ്ട് സാധിച്ചിരുന്നു. പക്ഷേ ആധുനിക ലോകത്ത് ക്ഷിപ്രനേരം കൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം സഫലമാകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം നടക്കാതെ വരാം എന്ന സാധ്യതയുമായിട്ട് സമരസപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. ഇതുമൂലം മനുഷ്യ സ്വഭാവം പൊതുവെ അക്ഷമയും എടുത്തുചാട്ടവും കലർന്ന ഒരു പരിസരത്തിലേക്ക് പോവുകയാണ്. ഇതിനോടൊപ്പമാണ്, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കാം, ഇത്തവണത്തെ നാഷണൽ എക്കണോമിക് സർവേ ബജറ്റിനോടൊപ്പം പാർലമെന്റിൽ അവതരിപ്പിച്ച ആ ഒരു രേഖയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയിൽ മാനസികാരോഗ്യത്തിൻ്റെ പങ്കിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തിയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു, സമൂഹത്തിൽ അക്രമ സ്വഭാവങ്ങൾ കൂടാൻ കാരണമാകുന്നു. ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ ബാധിക്കുന്നു. കുട്ടികൾ അധിക നേരം മൊബൈലിന് അടിമപ്പെട്ടു പോകുന്നത് മൂലം കുട്ടികളിൽ അക്രമ സ്വഭാവം കൂടുന്നു. ഇത് എക്കണോമിക് സർവേ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ എല്ലാ സംഗതികളോടും മുകളിലേക്കാണ് ഈ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു സാന്നിധ്യം കൂടെ കടന്നു വരുന്നത്. നമുക്കറിയാം, മനുഷ്യനും മൃഗവും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം നമ്മുടെ എല്ലാം തലച്ചോറിൻ്റെ മുൻഭാഗത്ത് നെറ്റിയുടെ പുറകിലുള്ളൊരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമാണ്. നമ്മുടെ ആത്മനിയന്ത്രണത്തിൻ്റെ കേന്ദ്രമാണ്. സന്ദർഭവും സാഹചര്യവും നോക്കി മാത്രം, ആളും തരവും നോക്കി മാത്രം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ആ ഒരു മസ്തിഷ്ക മേഖലയാണ്. പക്ഷേ MDMA അടക്കമുള്ള രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മസ്തിഷ്ക മേഖല മന്ദീഭവിക്കുന്നത് മൂലം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഏത് മൃഗീയ ചോദനയും അതിൻ്റെ പരിപൂർണമായ മൃഗീയതയോടുകൂടി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ്. മാത്രമല്ല, ഈ അമ്മയുടെ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് താങ്കൾ ചോദിക്കുകയുണ്ടായി. നിരന്തരമായി അക്രമങ്ങൾ, അത് വീട്ടിൽ ചെറിയ തോതിലുള്ള ചീത്തവിളിയും അടിയും എന്നുള്ള നിലയിൽ നിന്നും തുടങ്ങി സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയോ ആളുകളെ ആക്രമിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് തലയും പിളർന്ന് കിടക്കാണ് ആ വീടിന്റെ തിണ്ണയിൽ. ഈ പ്രതിയുടെ അമ്മ ഒന്നും സംഭവിക്കാത്തതുപോലെ വൈപ്പിട്ട് ഇങ്ങനെ വൈപ്പിട്ട് തറ ഉടയ്ക്കുന്നു, അത് മുക്കിപ്പിഴിഞ്ഞു കളയും. പോലീസിനോട് അവർ ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുകയാണ്. പിന്നെ കാറിന്റെ ചില്ലടിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും നോർമലൈസ്ഡ് ആവുന്നോ? അതെ, അതിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നിരന്തരമായിട്ടുള്ള ഈ അക്രമങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നൊരു ചിന്ത ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ലേൺഡ് ഹെൽപ്ലെസ്നെസ്, അല്ലെങ്കിൽ പഠിച്ചെടുത്ത നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞൊരു മനോനിലയുണ്ട്. കാരണം ഈ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു അമ്മ പല പ്രാവശ്യം പല രീതിയിൽ അത് പരിഹരിക്കാനോ നന്നാക്കാനോ ശ്രമിച്ചിട്ടുണ്ടാകാം, നമുക്കറിയില്ല. ഉപദേശിച്ചിട്ടുണ്ടാകാം, മുതിർന്നവരുടെ സഹായം തേടിയിട്ടുണ്ടാകാം,
കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടാകാം, മതപരമായിട്ടുള്ള മാർഗങ്ങൾ തേടിയിട്ടുണ്ടാകാം. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും ഇത് ഒരു രീതിയിലും ഒരു നിലയ്ക്കും ഇത് നന്നാകുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ഒരു ജന്മം ഇങ്ങനെ അങ്ങ് തീരട്ടെ, അടുത്ത ജന്മത്തിലെങ്കിലും നേരെയാകാം എന്ന് കരുതുന്ന ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു മനോനിലയിലേക്ക് പലപ്പോഴും ഇത്തരം ആളുകൾ വീണേക്കാം. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഈ പഠിച്ചെടുത്ത നിസ്സഹായ അവസ്ഥയിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും വലിയ വിലങ്ങുതടി എന്നുള്ളതാണ്. അതിലേക്ക് നയിക്കുന്ന അടിസ്ഥാന കാരണമാകട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സാമൂഹിക വിച്ഛേദനമാണ്. യുവതലമുറ മുതിർന്ന തലമുറയിൽ നിന്ന് അകന്നു കഴിയുന്നു. മുതിർന്ന തലമുറയും മോശമാണെന്ന് പറഞ്ഞുകൂടാ, അവരും ഈ കൗമാരപ്രായക്കാരെ കുട്ടികളിൽ നിന്ന് മാനസികമായിട്ട് അകന്നു നിൽക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. കുട്ടികളുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതിനപ്പുറം അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ തിരിച്ചറിയാനോ അവിടെ ഇടപെടാനോ ഭൂരിപക്ഷം മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ആത്മവിമർശനം കൂടെ നമ്മുടെ തലമുറയും നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങനെ